ചിലമ്പൊലി കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോ ഒരു മണിക്കിനാവിന്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. നമസ്കാരം, ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത കോഴിക്കോടിൻ്റെ സംഗീതം എന്ന് പറയാവുന്ന, കോഴിക്കോട് സംഗീതം എവിടെയുണ്ടോ അവിടെയെല്ലാമുള്ള 50 വർഷം സംഗീത ലോകത്ത് 50 വർഷം തികച്ച ശ്രീ സലാം കോഴിക്കോടാണ്. കോഴിക്കോടിൻ്റെ സ്വന്തം ഗായകൻ സലാം കോഴിക്കോടിന് ഈ വേദിയിലേക്ക് സ്വാഗതം. മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന, മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന മാതളപ്പൂമൊട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ, ഒരുങ്ങാതിരുന്നപ്പോൾ, ഓർക്കാതിരുന്നപ്പോൾ, ഒരുങ്ങാതിരുന്നപ്പോൾ, ഓവനെ നീ എൻ്റെ അരികിൽ വന്നു, ഓമനെ നീ എൻ്റെ അരികിൽ വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. നമസ്കാരം. സലാം കോഴിക്കോടിനെ കുറിച്ച് പറയുമ്പോൾ സംഗീതമൊഴിച്ച് ഒരു സലാം കോഴിക്കോടില്ല. കോഴിക്കോടിൻ്റെ സംഗീതം എന്നാണ് സലാം കോഴിക്കോടിനെ ചുരുക്കി പറയുകയാണെങ്കിൽ ഉള്ളത്. ഒരു 50 വർഷക്കാലം, സുദീർഘമായ അരനൂറ്റാണ്ട് കാലത്തെ സംഗീത ജീവിതമാണ്. ആ സംഗീത ജീവിതത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. ചാനലുകളിലൂടെയൊക്കെ വളരെ പ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ ദുബായിൽ വന്നു, അബുദാബിയിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതേക്കുറിച്ചൊന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാമല്ലോ. ഞങ്ങൾക്ക് പിന്നെ അബുദാബി മാത്രമല്ലായിരുന്നു, പിന്നെ ഇവിടെ അജ്മാലിൽ. അതെ. അപ്പോൾ ഈ 3 പ്രോഗ്രാം ആയിട്ടാണ് വന്നത്. പിന്നെ ഒരു ബഹ്റൈൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു, പക്ഷെ അത് പോസ്റ്റ്പോൺ ചെയ്തു. അപ്പോൾ ആ പ്രോഗ്രാമിനോട് അനുബന്ധിച്ചിട്ടാണ് ഇവിടെ വന്നത്. ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് പരിപാടികളായിട്ടൊക്കെ വരാറുണ്ടല്ലോ സംഗീതത്തെ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. ഏതായാലും ഈ 50 വർഷക്കാലത്തെ സംഗീത ജീവിതം, അതിനിടയിൽ പരിചയപ്പെട്ട പ്രതിഭാധനരായ ഒരുപാട് വ്യക്തികൾ, സംഗീത പ്രതിഭകളുടെ ഇടയിലൂടെ ജീവിച്ച് അവരിൽ ഒരാളായി മാറിയ ഒരാളാണ്. അപ്പോൾ അവരുടെ അനുസ്മരണത്തിലൂടെ നമുക്ക് നീങ്ങാം. അതായത് സലാം കോഴിക്കോടിനോട് ബന്ധപ്പെട്ട ആളുകൾ അവരുടെ സംഗീത പ്രതിഭയുമായിട്ട് ചേരുമ്പോഴുണ്ടാകുന്ന അനുഭവങ്ങൾ, അതൊക്കെ വലിയ സമ്പത്താണ്. അതേക്കുറിച്ച് ഒന്ന് പറയാമോ? ഒരുപാട് ആളുകളെ കുറിച്ച് പറയാനുണ്ടാവും. നാസർ ഭായ് ഇത് പറഞ്ഞപ്പോൾ എനിക്ക്, ഞാനൊരു ആത്മകഥ എന്നല്ല, ഒരു ചരിത്രം എഴുതാൻ എനിക്ക് അത്ര വലിയ ഇതൊന്നുമില്ല സാഹിത്യമായിട്ട്, പക്ഷെ എന്നാലും ഒരു കുറിക്കപ്പെടണം എന്നുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞ ഒരുപാട് ആളുകൾ, അപ്പോൾ പ്രഗത്ഭരായ ആളുകളും അല്ലാത്ത ആളുകളൊക്കെ കോഴിക്കോട് ഒരുപാടുണ്ട്. നമ്മൾ അവരൊന്നും നമ്മൾ ഓർമ്മിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരു ചരിത്രം എഴുതണം എന്ന് എനിക്ക് ഇപ്പോൾ ഒരു ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ഞാൻ അത് ഫേസ്ബുക്കിലും അങ്ങനെ ആയിട്ട് ഇങ്ങനെ കുറേശ്ശായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, കോഴിക്കോട് ഇപ്പോൾ എനിക്ക് അടുത്ത ബന്ധമുള്ള ഒരുപാട് ആളുകൾ. അപ്പോൾ ഇപ്പം മരിച്ചുപോയ നമ്മളെ മാമുക്കോയും നമ്മളൊരു ഫാമിലി ഫ്രണ്ട്സ് തന്നെയായിരുന്നു. എന്ത് പരിപാടി എന്തുണ്ടെങ്കിലും ഇപ്പം നമ്മളൊരു ഫ്രണ്ട് സർക്കിളിൽ നമ്മളൊരു പരിപാടിയാണെങ്കിൽ മാമുക്ക ഉണ്ടാവും. അപ്പോൾ ആ പരിപാടിക്ക് വിളിച്ചിട്ടില്ലെങ്കിൽ, അത് അറിഞ്ഞിട്ട് വിളിച്ചിട്ടില്ലെങ്കിൽ പരിഭവമാണ്. പിന്നെ എന്തേ വിളിച്ചില്ല എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയുള്ളൊരു ബന്ധമാണ്. സാധാരണ നമ്മളൊരു സിനിമാ നടൻ എന്നുള്ള ലെവലിലല്ല മാമുക്കയായിട്ടുള്ള ബന്ധം. പിന്നെ അതുപോലെ തന്നെ ഞാൻ മരിച്ചുപോയ ആളുകളൊക്കെ തന്നെ പറയണത്, ഗിരീഷ് പുത്തഞ്ചേരി എത്രയോ കാലം നമ്മൾ ഒന്നായിട്ട് നടന്നിട്ട്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ചരിത്രം അറിയാലോ, അദ്ദേഹം ഒരു ക്ലർക്കായിരുന്നു. ക്ലർക്ക് എന്ന് പറഞ്ഞ ഒരു വൈദ്യ
ശാലയിൽ അവിടെ കണക്ക് എഴുതുന്ന ഒരാളാണ്. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് TC കോയ ആയിട്ടുള്ള ബന്ധം കൊണ്ട് TC കോയ സംഗീതമൊക്കെ ചെയ്യും, കുറേ മാപ്പിളപ്പാട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇദ്ദേഹമാണ് പിന്നെ ഞാൻ അവിടെ ഒരു ടെക്സ്റ്റൈൽസ് ഒക്കെ നടത്തുമ്പോൾ അവിടെ വന്നിരുന്ന് അങ്ങനെയാണ് ഇദ്ദേഹം നമുക്കൊരു പാട്ട് പിന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് എഴുതുന്നതൊക്കെ വളരെ സാമ്പത്തികമൊക്കെ വളരെ മോശവും അങ്ങനെ ആയിരുന്നു ഗിരീഷ് പുത്തഞ്ചേരിൻ്റെ ഒക്കെ സ്ഥിതി. അത്രയും നല്ലൊരു സുഹൃത്തും. പക്ഷെ നമുക്ക് അന്ന് അറിയായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി അത്രയും വലുതാവും എന്നുള്ളത്. നമുക്കറിയാമല്ലോ, നമ്മൾ സംഗീതത്തിന്റെ അറിയുന്നതും ഇതിന്റെ ലിറിക്സിന്റെ എങ്ങനെയാണെന്നതൊക്കെ അറിയുന്നത് കൊണ്ട് നമുക്കറിയാം. ആ ബന്ധം അങ്ങനെ വന്നിട്ട് മുല്ലശ്ശേരി അറിയില്ലേ, മുല്ലശ്ശേരിയിൽ കൂടെ ആണ് ശരിക്കും ഗിരീഷ് പുത്തഞ്ചേരി വരുന്നത്. കാരണം നമ്മള് മുല്ലശ്ശേരിയിൽ ഒരു സ്ഥിരം ആളുകളായിരുന്നു രാജേട്ടന്റെ. അവിടെ വരാത്ത ആളുകളൊന്നും രാജേട്ടൻ പിന്നെ പാരലൈസ് ചെയ്ത് കിടക്കുന്ന സമയത്ത് ഞാന്, കോഴിക്കോട് അബ്ദുൽ ഖാദറിന്റെ മകൻ നജ്മൽ ബാബു, TC കോയ, നമ്മൾ സ്ഥിരം സന്ദർശകരാണ് അവിടെ. ആ സമയത്ത് രഞ്ജിത്തോ ഈ ജയരാജനോ നമ്മൾ മറ്റേ ഫിലിം സംവിധായകൻ ജയരാജനോ അന്നില്ല. അതിന്റെയും മുമ്പേ ഉള്ള ഒരു ഗ്രൂപ്പാണ് പിന്നെ NP മുഹമ്മദ്, എന്റെ ഫാദറിലോ UA ഖാദർ, അങ്ങനെയുള്ള ഒരു ഗ്യാങ് ഉണ്ട്. ഒക്കെ ഈ മുല്ലശ്ശേരി എന്ന് പറഞ്ഞ ഒരു കേന്ദ്രമാണ്. തിക്കോടിയൻ മാഷ് അങ്ങനെയുള്ള ആ സമയത്ത് പിന്നെ നമ്മളൊരു ഇതായി പാട്ട് അറിയാലോ. പിന്നെ ഈ മുല്ലശ്ശേരി രാജേട്ടൻ എന്ന് പറഞ്ഞാൽ സിംഗറാണ്. അയാൾ ഓർക്കസ്ട്രയിലൊക്കെ സിംഗറാണ്. അപ്പോ ഒരുപാട് പിന്നെ പാട്ടുകൾ ഓർക്കസ്ട്രയിലൊക്കെ പാടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളായിട്ടൊക്കെ ഉള്ള ഒരു ബന്ധം വരുന്നത്. പിന്നെ അതിനെ രാജേട്ടന്റെ അവിടെ നമ്മള് പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഈ ഗ്യാങ്ങാണ് പോവുക. അപ്പം മുല്ലശ്ശേരി രാജേട്ടൻ നമുക്ക് പാട്ടുകൾ പാടണം, കിടന്നുകൊണ്ടാണ് പുള്ളി ഉണ്ടാവുക, എണീക്കാൻ കഴിയില്ലല്ലോ, ആ രീതിയിലാണ്. അപ്പോൾ ചിലപ്പോൾ പറഞ്ഞിട്ട് നമ്മൾ താമസിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി എന്താണ് കൈ കിട്ടണമൊക്കെ എടുത്തിട്ട് വലിച്ചു വരും. അങ്ങനത്തെ ദേഷ്യക്കാരനോട് രാജേട്ടൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി, നമ്മളെ രവി മേനോനും ഇടയ്ക്ക് ഒക്കെ വരും. അങ്ങനെ അവിടുന്ന് പാട്ടൊക്കെ പാടിയിരുന്നിട്ട് അവിടുന്നാണ് ഈ നമ്മളെ സിനിമയിലെ രഞ്ജിത്തും ജയരാജനൊക്കെ അവിടെ വരുന്നതും അവിടെ നിന്നും ഇവർ ഈ ഗിരീഷായിട്ട് പരിചയപ്പെടുന്നതും ഒക്കെ ആയിട്ട് അങ്ങനെയാണ് മെല്ലെ സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. ഗിരീഷിന്റെ സംഗതിയാണ്. പിന്നീട് ഗിരീഷിന്റെ കുറേ കാര്യങ്ങൾ അറിയാലോ. ഞാനതിൽ പറയേണ്ട ആവശ്യമില്ല. പിന്നെ അത് ജനങ്ങള് തീർച്ചയായിട്ടും അറിയുന്നത്. ഇതിനേക്കാളൊക്കെ സലാം കോഴിക്കോട് എന്ന് പറയുമ്പോൾ ബാബുരാജുമായിട്ടുള്ളൊരു അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ട്, സുദൃഢമായിട്ടുള്ളൊരു ബന്ധം. അങ്ങനെയുള്ള ഒരു ഗായകർ ഇപ്പം കോഴിക്കോട് ഇല്ല. പഴയ കാലഘട്ടത്തിൽ അന്ന് ചെറുപ്പത്തിൽ തന്നെ പാടിയതുകൊണ്ടാണ് ആ ഭാഗ്യം കിട്ടിയത്. കാരണം സലാം കോഴിക്കോടിനൊക്കെ ചെറുപ്പകാലത്തായിരിക്കും ബാബുരാജുമായിട്ടുള്ള ബന്ധം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ബന്ധത്തെക്കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു മഹാഭാഗ്യമാണത് ബാബുക്കനൊക്കെ ഇന്ന് നമ്മൾ പഴയ ആളുകളെ പറ്റി ഇപ്പോഴാണല്ലോ ഓർക്കുന്ന എല്ലാവരും. ഇന്നത്തെ സംഗീതത്തിന്റെ മാതിരിയല്ലല്ലോ. പഴയ സംഗീതം ബാബുക്ക എന്ന് പറഞ്ഞ സാധനം, ബാബുക്ക എന്ന് മാത്രമല്ല, ഇപ്പൊ ദേവരാജ മാഷ, ഞാൻ പറയാം ദേവരാജ മാഷ കഥയും പറയും. ബാബുക്ക എന്ന് പറയുന്നത് ഇപ്പോഴും അത് അദ്ദേഹത്തെ കാണാനും കണ്ടില്ലെങ്കിൽ ഒരു എന്താ പറയാ, അങ്ങനെയുള്ള ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പൊ അതിലൊക്കെ ഞാൻ മഹാഭാഗ്യവാനാണ് തീർച്ചയായിട്ടും ബാബുക്കയായിട്ട്. ബാബുക്കനോട് ഞാൻ ചെറുപ്പത്തിൽ നമ്മളെ ഒരുപാട് പരിപാടികൾ ബാബുക്കയായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ബാബുക്കൻ്റെ ഒരു അനുജനുണ്ട് മജീദിൻ്റെ ബാബുക്കയായിട്ടുള്ളൊരു ചെറിയൊരു കഥ ഞാൻ പറയാം. ഒരു മജീദ് ഭയങ്കര രസികനാണ്. 2-3 കഥകളുണ്ട്. അപ്പോൾ അത് അറിയുന്ന കഥകൾ 2 എന്ന് പറഞ്ഞാൽ, ബാബുക്ക മദ്രാസിൽ മജീദായിട്ടാണ് പോവുക. ഭയങ്കര സ്നേഹമാണ് ബാബുക്കക്ക് മജീദായിട്ട്. സ്വന്തം അനുജനാണ്. അപ്പോൾ ഹാർമോണിയൊക്കെ വായിക്കും, നന്നായി വായിക്കും. അപ്പം ബാബുക്ക ഒരു ചെറിയ ചോദ്യം, ജാൻ മുഹമ്മദിന് ബാബുരാജ് അല്ലാതെ വേറെയും മക്കളുണ്ടായിരുന്നു? മജീദ് ഉണ്ടായിരുന്നു. ശരിയാ, മജീദ് എന്ന് പറയുന്നത് സ്വന്തം അനുജനാണ്. ശരി, അത് ഞാൻ അറിയില്ല. വിചാരിച്ചത് ജാൻ മുഹമ്മദിന് ആ കൂടി ഒരു ബാബുരാജ് മാത്രമേ മകനായിട്ടുണ്ടായിരുന്നു. മജീദ് ഉണ്ട്. ശരി, അത് പുതിയ അറിയില്ല. അല്ല, അതില് കുറെ കെട്ടുകഥകളുണ്ട് ബാബുക്കനെ പറ്റി. ഞാൻ ഇതില് പിന്നെ ഇന്നാളെ ഒരു ചാനലില് അത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ, ബാബുക്കനെ പറ്റിയൊക്കെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. എന്തിനാണെന്നൊന്നും അറിയില്ല. പക്ഷെ ചാനലിൽ ഇത് വന്നപ്പോ പുള്ളി അത് പറയണത്, പുള്ളി മാത്രമല്ല എല്ലാവരും പറയണത്, ബാബുക്ക ബ്ലേഡ് ഇങ്ങനെ ഓരോ നോട്ടിന്റെ
ഇടയിൽ വെച്ചിട്ട് ബ്ലേഡ് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബ്ലേഡ് വെച്ചിട്ട് വായിക്കും. അത്രയും സോഫ്റ്റ് ആയിട്ടാണ് വായിക്കുന്നത്. പിന്നെ അതേമാതിരി പിന്നെ പെട്ടി തിരിച്ചു വെച്ചിട്ട് വായിക്കും. വണ്ടലാണ് ഇതൊന്നും. എന്നാ നമുക്കത് ആലോചിച്ചാ പോരെ, ഈ ബ്ലേഡ് വെച്ചിട്ട് നമുക്ക് ഈ സ്പീഡിൽ വായിച്ച കൈ മുറിഞ്ഞു. അല്ല, അത് പറയാറുള്ളത് ഈ ഹാർമോണിയം അറിയാതെ അത്രയും സോഫ്റ്റ് ആയിട്ടാണ് അതാണ് അതിന്റെ ഒരു സംഭവം. പക്ഷെ അത് ആളുകൾ പറഞ്ഞ പിന്നെ വയറ്റത്തടിച്ച് ബാവുക്ക വയറ്റത്തടിച്ച് പാടി ചെറുപ്പകാലം ഉണ്ട്. പക്ഷെ അത് ഈ ഇറവിന് പോയിട്ട് അങ്ങനെ സംഭവം അല്ല അത് അതൊക്കെ ഉണ്ടാക്കി പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. ബാവുക്കനെ പറ്റി നമ്മൾ ചോദിച്ചപ്പോൾ ഒരായിട്ട് ബാവുക്കന്റെ ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ നല്ല ബന്ധമാണ്. അവരോട് ചോദിച്ചാൽ തന്നെ അവർ നിഷേധിക്കരുത്. അവർ പറയാ അങ്ങനെ ഒന്നും ഉണ്ടായില്ല എന്ന് പറയും. അപ്പോൾ അതൊക്കെ പുറത്തുള്ള ആളുകൾ തന്നെ പറയുന്നുണ്ട്. ഇപ്പം ഈ മജീദ് തന്നെ ഈ കഥ ഞാൻ പറയാം. മജീദ് എന്ന് പറഞ്ഞാൽ പിന്നെ ബാവുക്കായിട്ട് ഭയങ്കര സ്നേഹം. അവിടെ നമ്മളെ ഫ്രാൻസിസ് റോഡിലൊരു കച്ചവടമൊക്കെ വെച്ചു കൊടുത്ത് ബാവുക്ക മജീദിന് വേണ്ടി ഒരു ചെരുപ്പ് കച്ചവടം അതൊക്കെ പൂട്ടി. എല്ലാം പൈസ ഒക്കെ കൊടുക്കും. മജീദ്ക്ക് വേറെ പണിയൊന്നുമില്ല, ബാവുക്കന്റെ പൈസ അങ്ങനെ ചെലവാക്കുക എന്നുള്ളതാണ്. അതിലെ ഇടയിൽ ബാവുക്ക് അറിയാതെ കുറെ പരിപാടികൾ എടുക്കും. അങ്ങനെ ഒരു പരിപാടിക്ക് പിന്നെ എന്നോട് പറഞ്ഞ്, സലാമ നമുക്കൊരു പരിപാടി ഉണ്ട്, വലിയ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ഹാർമോണിയം തബലയും പിന്നെ ഒരു ഓർഡിനറി ഗിറ്റാറും ഒരു പിന്നെ ജോൺ എന്താ പേര് പറഞ്ഞിട്ട് ഒരാളുണ്ട്, പുള്ളിയാണ് വരിക. നമ്മൾ അങ്ങനെ ഒരു പരിപാടിയാണ് ഉണ്ടാവുക. അങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ പോയി ഒരു വിക്രം നായരില്ലേ നമ്മളെ സ്റ്റേജ് ഇന്ത്യ വിക്രം നായരും ഭാര്യ ബേബി ഇപ്പോഴും ഉണ്ട്. ആ ബേബിയും ഞാനും ആണ് സിംഗേഴ്സ്. മജീദ് ഹാർമോണിയം, തബല എനിക്ക് തോന്നുന്നു ഉസ്മാൻ കാണാമെന്ന് സംശയമുണ്ട്, അല്ലെങ്കിൽ വേറെ ആരോ ആണെന്ന് പറയും. ഒരു ഹരിശ്ചന്ദ്ര ഉമ്മർക്ക് ഉണ്ടായിരുന്നു സ്ഥിരമായിട്ട്. അപ്പോൾ പിന്നെ ഈ സാമൂലാണ് ഗിറ്റാർ സാമൂല് അത്രയും ഇതാണ് പോണത്. വിൽസൺ സാമൂലല്ല, സാമൂല് ഒരു മുടിയൊക്കെ വിൽസൺ സാമൂല് വയലിനിസ്റ്റ്. പിന്നെ ഇതിന്റെ സംഗമം തിയേറ്റേഴ്സ് നമ്മളൊക്കെ ഒരു സംഘടനയിൽ ഇപ്പൊ പ്രത്യേകിച്ച് വരിക. അപ്പോൾ ഇത് അങ്ങനെ പോയി നമ്മൾ പോയിട്ട് കുറേ പോയിട്ട് ഒരു പുഴ കടന്ന് അങ്ങനെയൊക്കെ കടന്ന് ഒരു വീട്ടിൽ. അപ്പോൾ ഒരു മറ്റേ പാട്ട് കേൾക്കുന്നുണ്ട്, വന്ന് മറ്റേതാണല്ലോ ഫോണാണല്ലോ, കോളാമ്പി ആ കേൾക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പോയി അവിടെ എത്തി. പിന്നെ ചെല്ലുമ്പോൾ വലിയ തറവാട്. അപ്പോൾ താഴെയൊക്കെ ഇരിക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ നമ്മളെ കണ്ട് പരിപാടിക്കാർ വന്നല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ കയറിക്കോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊട്ടുമ്പൽ അതിൻ്റെ കൊലായിൽ കയറി. നമ്മൾ സാധാരണ വരാന്തയിൽ ഇരുന്നിട്ടാണ് പാടുക. അതും കഴിഞ്ഞ് പിന്നെ അകത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ അകത്തേക്ക് ഇരിക്കാൻ പറയുമ്പോൾ കൊട്ടുമ്പൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അപ്പോൾ അവിടെ ആണോന്ന് പറഞ്ഞു. അതുമല്ല. പിന്നെ അവിടുന്ന് നേരെ മുകളിലേക്ക് കയറി. മുകളിലല്ല, അതിൻ്റെയും മേലെയാണ്, ഒരു മച്ചിൻ്റെ മേലെയാണ്. ഒരു ടർണർ മൈക്കും ഉണ്ട് അവിടെ വെച്ചിട്ടുണ്ട്, പായും വെച്ചിട്ടുണ്ട്. ആരുമില്ല. നമ്മളവിടെ പോയി കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു നിങ്ങൾ തുടങ്ങിയിട്ടുള്ള പരിപാടി. ആര് കേൾക്കാൻ ആരുമില്ല. കുറച്ച് കുട്ടികളൊക്കെ അവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. നമ്മൾ പാട്ടുന്ന അറിയുന്നില്ല. നമ്മളങ്ങനെ പാടിയിട്ട് അങ്ങനെ പോവാ. കുറെ കഴിഞ്ഞപ്പോൾ ഒരു ആരാവാരം എല്ലാം പാടുണ്ട്, കുറെ ആൾക്കാരും എല്ലാം കൂടെ വരുന്നത്. നോക്കുമ്പോൾ ബാവുക്ക. ഇതിന് സസ്പെൻസ് എന്താണ്, ബാവുക്ക അവിടെ വന്ന് ഇരുന്ന് പാട്ട് തുടങ്ങി. ബാവുക്കന്റെ സ്റ്റൈൽ അറിയാലോ. ബാവുക്ക തുടങ്ങിയപ്പോഴേക്കും ആൾക്കാർ ഭയങ്കര, അതൊരു അസാധ്യ സംഭവം തന്നെയായിരുന്നു. ബാവുക്ക പാടിയ കുറെ കവാലിയും അതൊക്കെ പാടിയിട്ട് കുറെ ആൾക്കാർ ബാവുക്കന്റെ ആരാധകരുണ്ട് അവിടെ. അത് കഴിയുമ്പോൾ സത്യം എന്താണെന്നറിയാം, ഈ മജീദ് ബാബുരാജിന്റെ പരിപാടിയാണ് ഏറ്റത്. ബാബുരാജ് വന്ന് അടുക്കാക്കല്ലേ, മജീദ് പറഞ്ഞ വരാതിരിക്കൂല. അത് ഇക്കാക്ക എന്ന് പറഞ്ഞാൽ അത് മജീദിനോട് ഭയങ്കര സ്നേഹ. മജീദ് ഇക്ക വരണം, ഇങ്ങനെ സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞാൽ വരും. ബാവുക്കത് അറിയില്ല, പൈസ മജീദ് എടുക്കും. അതാണ് മജീദ്. അതേമാതിരിയുള്ള ഒരുപാട്. പിന്നെ വേറെ തമാശ ഉണ്ട്. പിന്നെ മജീദ് മദ്രാസിൽ റെക്കോർഡിങ്ങിന്റെ സമയത്ത് പോകും. അപ്പൊ ഇവര് കാർഡ്സ് കളി ഉണ്ടല്ലോ, കാർഡ്സ് കളി ഉണ്ട്, മറ്റേ കുറച്ച് സേവ ഉണ്ടല്ലോ എല്ലാവരും. അപ്പോൾ അവിടെ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവര് മറ്റേ ഏത് ലോഡ്ജ്, ഡീലക്സ് ലോഡ്ജ്, ഏതൊരു ലോഡ്ജ് പറഞ്ഞു. അപ്പോൾ മജീദ് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ മജീദിനോട് പറയും വാങ്ങാൻ പറയും, സാധനം പോയിട്ട് വാങ്ങി കൊണ്ടുവരാൻ പറയും. അപ്പോൾ മജീദിന്റെ അടുത്ത്, അതായത് മജീദ് അവിടെ ഒരു ലിക്കർ ഷോപ്പിൽ ഒരു ഇതാണ്, പറ്റാണ്. അതുവരെ എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ട് കൊടുക്കുന്ന സാധനമാണ്. അപ്പോൾ അവിടെ പോയിട്ടാ വാങ്ങുക. കുറച്ച് ദൂരെ പോകണം വാങ്ങാൻ. അപ്പോൾ മജീദിനോട് ഒരു കുപ്പി വാങ്ങാനായിരിക്കും പറയുക. അപ്പോൾ മജീദ് പോയിട്ട് വരുമ്പോൾ ഒരു സഞ്ചിയിൽ 4-5 കുപ്പിയായിട്ട് വരും.
അപ്പോൾ ഇവര് ചോദിക്കടാ നീ എന്നോട് ഇത് ഒന്ന് വാങ്ങാനല്ലേ പറഞ്ഞു. അപ്പൊ മജീദ് പറഞ്ഞ ആമാശ എന്താ പറയുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോന്ന് കഴിയുമ്പോൾ ഒന്ന് നടക്കുക, പിന്നെ ഒന്ന് നടക്കുക, ഇത് എന്റെ പണി. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഒന്നായിട്ട് എനിക്ക് വാങ്ങിക്കൊണ്ടത്. ഏതായാലും ഇത് 4-5 എണ്ണം എന്തായാലും ഇവിടെ ഉറപ്പാണ്. അങ്ങനെയുള്ള കുറേ കഥകൾ ബാവുക്കായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഈ മജീദായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കഥകളുണ്ട്. ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ, ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ, നീ എൻ്റെ നെഞ്ചിൽ തുള്ളി വന്നതെന്തിനാണ്? കാളിദാസൻ കണ്ടെടുത്ത കന്നിമാനേ, നീ കണ്ണിലെൻ്റെ കൊമ്പ് കൊണ്ട്